ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിന്റെ 16-ാമത്തെ വാക്യം. കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത്. എവ്രിതിങ് വാസ് ക്രിയേറ്റഡ് ബൈ ഹിം. എന്നിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്, സ്വർഗത്തിലുള്ളത്, ഭൂമിയിലുള്ളത്, ദൃശ്യമായത്, അദൃശ്യമായത്, സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, സകലതും അവൻ മുഖാന്തരം അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതും വിശ്വസിക്കേണ്ടതും കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. കർത്താവ് യേശുക്രിസ്തു എൻ്റെ രക്ഷകനാണ്. കർത്താവ് യേശുക്രിസ്തു എന്നെ വഴി നടത്തുന്നു. അങ്ങനെ കേവലം ഒരു ചിന്തയോ ബോധ്യങ്ങളോ അല്ല, അത് റിയൽ ആയിരിക്കണം. അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ അത് കൊണ്ടുവരണം. ദൈവത്താൽ സകലതും നിയന്ത്രിക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമാധാനം അനുഭവിക്കുന്നത് ഈ ഒരു ബോധ്യത്തിൽ നിന്നാണ്. നമ്മളെല്ലാവരും അനുഭവിക്കുന്നതും കേൾക്കുന്നതുമായ കാര്യം, നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ ആഗ്രഹിച്ചതുപോലെയല്ല. നമ്മൾ ആഗ്രഹിച്ച വേദനകൾ അല്ല ജീവിതത്തിൽ വന്നത്. നമ്മൾ ആഗ്രഹിച്ച ദുഃഖങ്ങൾ, ആഗ്രഹിച്ച താമസങ്ങൾ അല്ല നമ്മുടെ ജീവിതത്തിൽ വന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതം എപ്പോഴും നാം ആഗ്രഹിച്ചതുപോലെയല്ല. എന്നാൽ അതിന് മധ്യത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാക്കുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിലൂടെ സകലതും സൃഷ്ടിക്കപ്പെട്ടു, യേശുക്രിസ്തുവിലൂടെ സകലതും നിയന്ത്രിക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏതൊരു കാര്യവും, ടൈമിങ്സ്, നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങൾ, ഞാൻ കർത്താവിനെ വിശ്വസിക്കുകയും കർത്താവിൻ്റെ കർത്തൃത്വത്തിന് എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ചാണ് യേശുക്രിസ്തുവിലൂടെ സകലതും നിയന്ത്രിക്കപ്പെടുന്നു. അതിൻ്റെ 23-ാമത്തെ വാക്യം. ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. അവിടെ പറയുന്നത്, നിങ്ങൾ ഒരിക്കൽ സുവിശേഷം കേട്ടു. എനിക്കറിയില്ല നമ്മൾ കേട്ട സുവിശേഷം എന്താണ്. പല രീതിയിലാണ് നമ്മൾ സുവിശേഷം കേൾക്കുന്നത്. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന സുവിശേഷമോ പറയുന്ന സുവിശേഷമോ മറ്റെല്ലാവരും പറയുന്നത് പോലെയാണ്. നമ്മൾ കേട്ടിരിക്കുന്ന സുവിശേഷം സൗഖ്യമാക്കുന്ന യേശു, നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കുന്ന ഒരു യേശു, ആ ഒരു യേശുവിനെ കുറിച്ച് മാത്രം നമ്മൾ കേട്ട് ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വന്നവരാണോ എന്നെനിക്കറിയില്ല. ഈ വടക്കേന്ത്യയിലൊക്കെ നമ്മൾ പലപ്പോഴും സുവിശേഷം പറയുമ്പോൾ റോമാലേഖനം 5-ാം അധ്യായം 6-ാം അധ്യായം വെച്ചൊന്നും പറയാൻ പറ്റത്തില്ല. യേശു എന്നൊരു വാക്കുപോലും കേട്ടിട്ടില്ല. അവിടെ നമ്മൾ പറയുന്നത് സൗഖ്യമാക്കുന്ന യേശുവിനെ കുറിച്ചായിരിക്കും. എന്നാൽ അങ്ങനെയുള്ളൊരു യേശുവിനെ കുറിച്ച് കേട്ടിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവനെ യേശു ആരാണെന്നും യേശു എന്തിനീ ഭൂമിയിൽ വന്നു എന്നുള്ളത് വിശദമായി നമ്മൾ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ പലപ്പോഴും സുവിശേഷകന്മാരുടെ സഭയുടെ പരാജയം അന്ന് പഠിപ്പിച്ച യേശുവിൻ്റെ അപ്പുറം അവർ പഠിപ്പിക്കുന്നില്ല. കാര്യം അവർ പറയുന്നത് അങ്ങനെ പഠിപ്പിച്ച് അവർ തിരിച്ചു പോകുന്നതാണ്. സൗഖ്യമാക്കുന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് സഭയിലേക്ക് ഒരു വിശ്വാസി വന്നു, ഒരു വിശുദ്ധ ജീവിതം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പഠിപ്പിച്ചാൽ അവർ വിട്ടുപോകും. അതുകൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ വിശ്വാസികൾക്ക് ഒരു വളർച്ച ഉണ്ടാകുന്നില്ല. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും സുവിശേഷം കേട്ടു. എന്താ കേട്ടത്? എങ്ങനത്തെ സുവിശേഷമാണ് കേട്ടത്? ഒന്നുകൂടെ വായിക്കാം ആ വാക്യം തന്നെ. ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശ കൊടുക്കുന്ന ഒരു സുവിശേഷം. നിങ്ങൾ ഒരിക്കൽ കേട്ട സുവിശേഷം എന്ന് പറയുന്നത്
പ്രത്യാശ നൽകുന്ന ഒരു സുവിശേഷം. അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കും. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് തന്നെ കേട്ടിരിക്കുന്നതും സ്വർഗത്തിൽ നിങ്ങൾക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതുമായ പ്രത്യാശ നിമിത്തമാണ്. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുൻപ് തന്നെ കേട്ടു. എന്ത് കേട്ടു? ഒരു പ്രത്യാശയെ കുറിച്ച് കേട്ടു. സുവിശേഷത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ കാര്യങ്ങളല്ല. ഒരു പ്രത്യാശ, ഈ ഭൂമിയിൽ ഒന്ന് സംഭവിച്ചു. എന്ത് സംഭവിച്ചു? യേശു ക്രിസ്തുവിലൂടെ എൻ്റെ പാപം മോചിക്കപ്പെട്ടു. ഞാൻ ഇനി ഒരു ലോകത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. യേശുവുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ലോകത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ആ പ്രത്യാശ മുൻപേ നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ സുവിശേഷം കേട്ടപ്പോൾ നിങ്ങൾ എന്ത് കേട്ടു? ഒരു പ്രത്യാശയെ കുറിച്ച് കേട്ടു. ഇന്നത്തെ പ്രശ്നം എന്താണ്? ഇന്നത്തെ പ്രശ്നം, നമുക്ക് പ്രത്യാശയില്ല. വരാനുള്ളതിനെ കുറിച്ചുള്ള കേൾവികളില്ല. അവിടെ പറയുന്ന വാക്ക്, 23-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ വ്യതിചലിച്ചു പോകരുത്, സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിലനിൽക്കണം. ഏത് വിശ്വാസം? പ്രത്യാശ, വരാനുള്ളതിനെ കുറിച്ചുള്ള ആ പ്രത്യാശ. അത് വേഗത്തിൽ നഷ്ടപ്പെട്ടു പോകാം. നമ്മൾ ഈ ലോകത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മെ ആകർഷിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്ക് പതുക്കെ പതുക്കെ ഈ പ്രത്യാശ മങ്ങിപ്പോകാം. പിന്നെ നമ്മളെ ഓർമ്മിപ്പിക്കണം, എന്തിനു വേണ്ടിയാണ് കർത്താവ് ഇതിനെ രക്ഷിച്ചത്. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് ദൈവം വിടുവിച്ചു കൊണ്ടുവന്നപ്പോൾ ദൈവത്തിന്റെ മനസ്സിലുണ്ടായത് ഇവർ പ്രോപ്പർ കനാനിൽ വന്ന് താമസിക്കണം. ഈ പ്രോപ്പർ കനാൻ എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. ഇവർ വന്നപ്പോൾ ഈ കനാൻ നാട് അടുക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ ട്രൈബ്, ഓരോ ഗോത്രങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ സെറ്റിൽ ചെയ്തോളാം, ഇനി ഞങ്ങൾ അങ്ങോട്ടില്ല. പക്ഷെ കർത്താവ് ഉദ്ദേശിച്ച ആ പ്രോപ്പർ കനാലിൽ അവർ പോയി ഒരു രാജ്യമായി തീരണം. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. നമ്മുടെ ജീവിത യാത്രയിൽ പല പല കാര്യങ്ങളിൽ നമ്മുടെ ലക്ഷ്യം മുടക്കി ആ പ്രത്യാശ നഷ്ടപ്പെടാം. സുവിശേഷത്തിന്റെ അടിസ്ഥാനമായ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ടാണ് പറയുന്നത്, ആ പ്രത്യാശയിൽ നിങ്ങൾ നിൽക്കണം, അതിൽ ദൃഢമായി നിൽക്കണം, വ്യതിചലിച്ചു പോകരുത്. ആ നിശ്ചയമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ, ഈ ലോകത്തിലെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായ സംഭവങ്ങളിൽ നമ്മൾ തളർന്നു പോകാതിരിക്കും. വ്യത്യസ്തമായ സംഭവങ്ങൾ, ഓർക്കാപ്പുറത്തുള്ള സംഭവങ്ങൾ, വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ പോകാത്ത സംഭവങ്ങൾ, ഇതൊന്നും ദൈവത്തിന്റെ പരാജയങ്ങളോ അവിചാരിതമായി സംഭവിച്ച കാര്യങ്ങളോ അല്ല. ഇതൊക്കെ ജീവിത യാത്രയിൽ സംഭവിക്കും. നമ്മൾ ഹോപ്പ് ചെയ്യുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ പദ്ധതിയിൽ അങ്ങനെ ആകണമെന്നില്ല. എവിടെയാ പ്രശ്നം? നമ്മുടെ ലക്ഷ്യവും നമ്മുടെ അടിസ്ഥാനവും ഒക്കെ ഇവിടെ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ തളർന്നു പോകും. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ സുവിശേഷത്തിന്റെ കാതൽ എന്താണ്? വരാനുള്ള പ്രത്യാശ. വരാനുള്ള ഒന്നിലേക്ക് ദൈവം കൊണ്ടുപോകുക. നമ്മുടെ ലൈഫ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, വ്യത്യസ്തമായ സംഭവങ്ങളുടെ ഒരു സമാഹാരമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏതൊരു സംഭവത്തെയും ദൈവം കോർഡിനേറ്റ് ചെയ്യുന്നു, ദൈവം ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നു. ഈ ഒരു വിശ്വാസമാണ് എൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കുന്നത്. എന്തിനു വേണ്ടി ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നു? ക്രോഡീകരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് വരാനുള്ള പ്രത്യാശയ്ക്ക് വേണ്ടി. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, ഞാനൊരു ദൈവവൈദ്യനാണെങ്കിൽ, എൻ്റെ ജീവിതം ഞാൻ ദൈവത്തിന് സമർപ്പിച്ച വ്യക്തിയാണെങ്കിൽ, ദൈവം ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഞാൻ കേട്ട സുവിശേഷത്തിന് വേണ്ടി, പ്രത്യാശയ്ക്ക് വേണ്ടിയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ഞാൻ ഇതിനോട് ബന്ധത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. പരിചയമുള്ള യോസെഫിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 37 മുതൽ
50 വരെയുള്ള അധ്യായങ്ങളിലാണ് യോസേഫിനെ നമ്മൾ കാണുന്നത്. യോസേഫിന്റെ ജീവിതത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ നടന്ന സംഭവങ്ങൾ ഒക്കെ ഒരു മാലയിൽ കൊരുത്തിരിക്കുന്ന ഓരോ കണ്ണി പോലെയായിരിക്കും. ഇതെല്ലാം ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു. അതിൻ്റെ 37-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, താൻ ചെയ്യാത്തൊരു തെറ്റ് നിമിത്തം. യോസേഫിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. യോസേഫ് എന്ന് പറയുന്ന ഒരു ഭക്തനായ ഒരു വ്യക്തി, ചെറിയ പ്രായത്തിലെ ദൈവഭയം ഉണ്ടായിരുന്നു. യാക്കോബിന്റെ 12 മക്കളിൽ ഇളയവൻ. അപ്പൊ ഈ യോസേഫിനെ സ്വപ്നം കാണുന്ന വിശ്വാസികൾ കാണേണ്ട സ്വപ്നം അവർ കാണുന്നതല്ല, ദൈവം കൊടുക്കുന്ന സ്വപ്നം, അതാണ് കാണേണ്ടത്. അപ്പൊ ഈ യോസേഫ് ദൈവം കൊടുക്കുന്ന ഒരു സ്വപ്നത്തിന്റെ ഒരു ഗിഫ്റ്റുള്ള ഒരു വ്യക്തിയായിരുന്നു. അതിനാണ് സ്വപ്നക്കാരൻ എന്നാണ് യോസേഫിനെ കുറിച്ച്. സ്വപ്നക്കാരൻ. ഒരു ദിവസം താൻ സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്ന് പറയുന്നത് തൻ്റെ സഹോദരന്മാരെക്കാളും മാതാപിതാക്കളെക്കാളും താൻ ബഹുമാനിക്കപ്പെടും എന്നുള്ള സ്വപ്നമാണ് താൻ കണ്ടത്. ആ സ്വപ്നം നിമിത്തം യോസേഫ് മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ടു. തൻ്റെതായ കാരണത്താലല്ല, ദൈവം തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഒരു പ്രവർത്തന നിമിത്തം മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ടു. നമ്മുടെ ഓഫീസിൽ, നാം താമസിക്കുന്ന സ്ഥലത്ത്, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ ഏത് കാരണ നിമിത്തമാണ് നാം വെറുക്കപ്പെടുന്നത്? നമ്മൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ദൈവ മകനായി ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാവരാലും സ്നേഹിക്കപ്പെടും, ആരാലും വെറുക്കപ്പെടാം. മത്തായി സുവിശേഷം 10-ാം അധ്യായം 22-ാമത്തെ വാക്യം. എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. അവിടെ യേശു പറയുന്നത് എന്റെ നാമനിമിത്തം മറ്റുള്ളവർ നിങ്ങളെ പകയ്ക്കാം. നമ്മൾ പലപ്പോഴും ചില തീരുമാനങ്ങൾ എടുക്കാത്തതിന്റെ കാരണം മറ്റുള്ളവർ നമ്മളെ വെറുക്കുമെന്നുള്ള ഭയത്താലാണ്, ഒറ്റപ്പെടുത്തുമെന്നുള്ള ഭയത്താലാണ്. ഓഫീസിലായാലും വീട്ടിലായാലും ദൈവത്തിന് വേണ്ടി നിന്നാൽ ചിലപ്പോൾ നമ്മെ വെറുക്കാം. ആ വെറുപ്പ്, മറ്റുള്ളവരാൽ നമ്മൾ വെറുക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിലേക്കുള്ള യാത്രയുടെ ഒരു കണ്ണിയാണ്, ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ബോധ്യം, എൻ്റെ ജീവിതം മുഴുവൻ ദൈവമാണ് ഓർക്കസ്ട്രേറ്റ് ചെയ്ത്, ദൈവമാണ് അതിനെ ക്രമീകരിക്കുന്നത്. എന്തിനു വേണ്ടി? ആ പ്രത്യാശയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് കൊണ്ടുപോകാനാണ് ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, യോസേഫ് സഹോദരന്മാരെ വെറുക്കപ്പെട്ടു. ഈ റോമാലേഖനം 12-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കാം. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 18. സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. പക്ഷെ അതിനൊരു വാക്കുണ്ട്, കഴിയുമെങ്കിൽ. ഇംഗ്ലീഷിലത് ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ. അത് ബൈബിളിൽ പറ്റിയൊരു വാക്യം നമുക്ക് തോന്നുന്നില്ല. കഴിയുമെങ്കിൽ സകലരുമായി സമാധാനത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, എല്ലാവരുമായി സമാധാനത്തിൽ പോകാൻ പറ്റത്തില്ല. നിങ്ങൾ സത്യത്തിന് വേണ്ടി നിന്നാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി നിന്നാൽ നിങ്ങൾ വെറുക്കപ്പെടാം, സമാധാനം നഷ്ടപ്പെടാം. എന്തിനു വേണ്ടി അത് അനുഭവിക്കുന്ന? ജീവിതത്തിൽ അത് അനുഭവിക്കുന്നത് ദൈവം നൽകിയ പ്രത്യാശയിലേക്കുള്ള യാത്രയിൽ ആ രൂപപ്പെടുത്തലിന്റെ ഭാഗമാണ്. യോസേഫ് എല്ലാവരും വെറുക്കപ്പെട്ടു. നമുക്ക് യോസേഫിന്റെ കഥ അറിയാം. ആ വെറുപ്പായിരുന്നു അവസാനം എത്തിയ ആ ഉദ്ദേശം. ഈ പഴയ നിയമത്തിലെ അവസാനം എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലെ കഥ തന്നെയാണ്. പക്ഷെ പുതിയ നിയമത്തിൽ അവസാനം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ രാജാവാകുന്നതും IAS കാരനാകുന്നതും അല്ല. പക്ഷെ പഴയ നിയമ കോണ്ടെക്സ്റ്റിൽ ആ രാജ്യത്തിലെ പ്രധാനമന്ത്രിയായി
താൻ കണ്ട സ്വപ്നം പോലെ മറ്റുള്ളവർ തന്നെ വണങ്ങുന്ന ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ ഒരു തുടക്കമായിരുന്നു മറ്റുള്ളവരായുള്ള വെറുപ്പ്. ആ വെറുപ്പുണ്ടായിരുന്നത് കൊണ്ടാണ് യോസേഫിനെ സഹോദരന്മാർ പിടിച്ച് പൊട്ടക്കണത്തിൽ ഇട്ടത്. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ച്, നമ്മൾ വെറുക്കപ്പെടുമ്പോൾ, ഒറ്റപ്പെടുത്തപ്പെടുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ദൈവം കൈവിട്ടതല്ല, ദൈവം കൈവച്ചതാണ്. ദൈവം പണിയാനായി കൈവച്ചതാണ്. എന്തുകൊണ്ടാണ് തനിക്ക് പീഡ ഉണ്ടായത്? യോസേഫിന്റെ സ്വപ്ന നിമിത്തമല്ല, തന്റെ സ്വപ്ന നിമിത്തമല്ല, താൻ സ്വീകരിച്ച സ്വപ്ന നിമിത്തമാണ് സഫറിങ്. ആര് കൊടുത്ത സ്വപ്നം? ദൈവം. യോസഫ് ഒരു സ്വപ്നക്കാരനാണ്. നമുക്ക് പലപ്പോഴും പ്രശ്നമുണ്ടാകുന്നത് നമ്മുടെ സ്വപ്ന നിമിത്തമാണ് പ്രശ്നം. താഴെ നമ്മൾ വായിക്കുന്നുണ്ട്, സഹോദരന്മാർ ഒക്കെ യോസേഫിനോട് അസൂയ ഉണ്ടായി. നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്ത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ അവഗണിച്ച് കളയുന്ന പാപങ്ങളിൽ ഒന്നാണ് അസൂയ. അസൂയ അത്ര ഗൗരവം. കർത്താവ് എനിക്കൊരു അസൂയ വന്ന് കർത്താവ് ക്ഷമിക്കണമേ എന്നൊക്കെ നമ്മളങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അസൂയ എന്നത് നമ്മുടെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. അസൂയ വളരെ ഗൗരവത്തോടെ വേദപുസ്തകം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യാക്കോബ് 3:14 എന്റെ ട്രാൻസ്ലേഷനില്, എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കൈപ്പുള്ള കടുത്ത അസൂയയും കലഹവും ഉണ്ടെങ്കിൽ സത്യത്തിനെതിരായി പ്രശംസിക്കുകയും വ്യാജം പറയുകയും വരുത്. നിങ്ങൾക്ക് ഹൃദയത്തിൽ കൈപ്പുള്ള കടുത്ത അസൂയ, വിറ്ററിഞ്ഞി. ഈ അസൂയ ഉണ്ടാകുന്നത് ഞാൻ കാണുന്ന സ്വപ്നത്തിൽ നിന്നാണ്. ദൈവം തരുന്ന സ്വപ്നത്തിൽ നിന്നല്ല അസൂയ ഉണ്ടാകുന്നത്, ഞാൻ കാണുന്ന സ്വപ്നത്തിൽ നിന്നാണ്. ഞാൻ കാണുന്ന സ്വപ്നം ആര് നിവർത്തിക്കണം? ഞാൻ നിവർത്തിക്കണം. ദൈവം തരുന്ന സ്വപ്നത്തിൽ എൻ്റെ പണി എന്താണെന്നറിയാമോ? എന്താണ് ദൈവം കാണുന്ന സ്വപ്നത്തിൽ എൻ്റെ പണി എന്താണ്? മിണ്ടാതിരുന്ന് ഞാൻ യഹോവയെന്ന് അറിഞ്ഞു. ഈ ഞാൻ കണ്ട സ്വപ്നമാണോ ദൈവം തന്ന സ്വപ്നമാണോ എന്നുള്ള വ്യത്യാസം അവന്റെ ജീവിതം നോക്കിയാൽ അറിയാം. വെപ്രാളമാണ് അത് നേടിയെടുക്കാൻ. ദൈവം തന്ന സ്വപ്നമാണെങ്കിൽ യോസേഫിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത സ്വപ്നം എന്ന് പറയുന്നത് ആ നാട്ടിലെ ഒരു പ്രൈം മിനിസ്റ്റർ ആകുന്ന കാര്യമാണ്. കുറഞ്ഞ കാര്യമൊന്നുമല്ല. IAS ആകുന്ന കാര്യമല്ല. IAS ഫസ്റ്റ് റാങ്ക് വേണം. നമുക്കറിയാം IAS വലിയ കാര്യമാണ്. അതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ആണ്. യോസഫിന്റെ ലൈഫിൽ എങ്ങനെയായിരുന്നു യോസഫ്? ഒന്നും ചെയ്തില്ല. കാര്യം എന്താ? യോസേഫ് കണ്ട സ്വപ്നമല്ല, ദൈവം കൊടുത്ത സ്വപ്നമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള പല സ്ട്രഗിൾസും സ്വപ്നങ്ങൾ കാണുന്നു. സ്വപ്നങ്ങൾ കണ്ടിട്ട് ആ സ്വപ്നങ്ങൾ നിവർത്തിക്കാനായി നമ്മൾ സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു, പണം ചെലവഴിക്കുന്നു, കഷ്ടപ്പെടുന്നു. ആ കൂട്ടത്തിൽ ഉണ്ടാകുന്നതാണ് ജലസി, അസൂയ. എന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ കണ്ട സ്വപ്നം നിവർത്തിക്കുക എന്നുള്ളത്. അസൂയ ചെറിയ കാര്യമല്ല. യോസേഫ് കണ്ട സ്വപ്നത്തോടുള്ള ബന്ധത്തിൽ സഹോദരന്മാർക്ക് അസൂയ ഉണ്ടായി. അവരെ പിടിച്ച് ഒരു പൊട്ടക്കിണറ്റിലിട്ടു. അസൂയ നമ്മെ പല തിന്മകളിലേക്ക് നടത്തും. ഈ സഹോദരന്മാർക്ക് അസൂയ ഉണ്ടായി, യോസേഫിനെ പൊട്ടക്കിണറ്റിലിട്ടു. നമുക്ക് യോസേഫിന്റെ ചരിത്രം അറിയാം. യോസേഫ് സ്വപ്നം കണ്ടില്ല, യോസേഫിന് കൊടുത്ത സ്വപ്നത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ട് യോസേഫിന് സഹോദരന്മാരുടെ അസൂയ ഉണ്ടായില്ല, പ്രതികാരം ഉണ്ടായില്ല. യോസേഫിന്റെ ജീവിതം നമ്മൾ അറിയുന്നു. യോസേഫ് പ്രതികാരം ചെയ്തില്ല. പ്രതികാരം ചെയ്യാനുള്ള അധികാരവും പ്രതികാരം ചെയ്യാനുള്ള അവകാശവും യോസേഫിനുണ്ടായിരുന്നു. എന്നിട്ടും യോസേഫ് അത് ചെയ്തില്ല. അതിന്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 37-11. അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു. ഒരു സംഭവത്തോട് ബന്ധം 2 റിയാക്ഷൻസ്. എന്താണ്? രണ്ടുപേരും കേട്ടത് ഒന്ന് തന്നെയാണ്. എന്താണ്? തങ്ങൾ അവനെ ബഹുമാനിക്കേണ്ടി വരും, അല്ലെങ്കിൽ തങ്ങൾ കൊച്ചാകും, ചെറുതാകും. സഹോദരന്മാർക്ക് എന്തുണ്ടായി? അസൂയ ഉണ്ടായി. അപ്പൻ എന്ത് ചെയ്തു? അത് മനസ്സിൽ. എല്ലാം നമ്മുടെ ചോയ്സാണ്. ചോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവമാണ് ഇത് ഉണ്ടാക്കുന്നത്.
നമ്മുടെ സ്വഭാവം. അസൂയ നമ്മുടെ സ്വഭാവത്തിന്റെ പ്രതിഫലനമാണ്. സൂര്യപ്രകാശം ഒരു ഐസിൽ വീഴുമ്പോൾ ഐസ് ഉരുകുന്നു. അതേ സൂര്യപ്രകാശം ചെളിയിൽ വീഴുമ്പോൾ ചെളി ഹാർഡാകുന്നു. ഒരെണ്ണം ഉരുകുന്നു, ഒരെണ്ണം ഹാർഡാകുന്നു. എന്തുകൊണ്ടാണ്? അത് നേച്ചറാണ്. നമ്മുടെ സ്വഭാവമാണ് ഈ പ്രതികരണം ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളോടുള്ള ബന്ധത്തിലുണ്ടാകുന്ന പ്രതികരണം നമ്മുടെ നേച്ചറിന്റെ റിഫ്ലക്ഷനാണ്. ഈ നേച്ചർ എങ്ങനെ ഉണ്ടായി, ഈ സ്വഭാവം എങ്ങനെ ഉണ്ടായി? ത്രൂ മെഡിറ്റേഷൻ, ധ്യാനത്തിലൂടെ. എന്താ ധ്യാനിക്കുന്നത്? അതാ ഞാൻ അവളുടെ ഉദാഹരണം പറഞ്ഞു. എന്താ ധ്യാനിക്കുന്നത്? കർത്താവ്, എല്ലാവർക്കും നല്ല കാരണം എനിക്ക് ഇത്രയും നാളെ കർത്താവ് ഇപ്പോഴും ഓട്ടോക്കാറല്ലേ ഉള്ളൂ. അത് ഞാൻ നിരന്തരം ധ്യാനിച്ചാൽ എന്നിൽ എന്തൊക്കെ ഉണ്ടാവും? ജലസി, ബിറ്റർനെസ്, അതൃപ്തി, സന്തോഷമില്ല. എങ്ങനെ നേച്ചർ ഉണ്ടായത്? ധ്യാനത്തിലൂടെ. എന്താ ധ്യാനിക്കുന്നത്? ഈ ഒളിഞ്ഞു നോട്ടം, മറ്റവന്റെ കാര്യങ്ങളിലേക്കുള്ള നോട്ടം, ദേഷ്യം, അവൻ അനുഭവിക്കുന്ന സുഖങ്ങൾ, അവന്റെ സൗകര്യങ്ങൾ. ഞാൻ പലപ്പോഴും നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ വീട് ചെറുതാകാൻ ഒറ്റ പണിയേ ഉള്ളൂ. ഒരു വലിയ അവിടെ പോയി ഒരു മാസം താമസിച്ച് തിരിച്ചു വരുമ്പോൾ നമ്മുടെ വീട്ടിലെ മുറിക്ക് വലിപ്പില്ല. ഒന്നായിട്ട് പറഞ്ഞുകൊണ്ട് വലിപ്പം വെക്കാൻ. ഇനി നിങ്ങളുടെ വീട് ഒരു പാലസ് ആകണേ ഞാൻ പറഞ്ഞുതരാം. ബോംബെയിൽ പോയി ആരെങ്കിലും ബന്ധുക്കളുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പോയി ഒരു മാസം പറയും. മിക്കവാറും ഈ ഫിലിം സ്റ്റാർസിന്റെ അല്ലാതെ എല്ലാവർക്കും ബോംബെയിലെ വീടെന്ന് പറഞ്ഞാൽ ഒരു 10 അംഗങ്ങൾ കാണും, 2 ബെഡ്റൂം കാണും. ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര കോസ്റ്റ്ലിയാണ്, കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായി ഈ ഇടുക്ക്? എങ്ങനെ ഉണ്ടായി? മെഡിറ്റേഷൻ. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് നന്ദിയുള്ളവരായിരിക്കും. താങ്ക്ഫുൾ ഹാർട്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കറി ഉള്ളെങ്കിലും നന്ദി പറയണം. എന്താണെന്നറിയാമോ? ഒരു നേരം ഒരു ഭക്ഷണമില്ലാത്ത ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരു കറി ഉള്ളത്. ഒരു ചെറിയ വീടാണെങ്കിലും ഇപ്പോഴേക്ക് അങ്ങനെ ഉണ്ടോ എന്ന് അറിയില്ല, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മഴ പെയ്യുമ്പോൾ രാത്രി ഉറങ്ങാതെ ഈ പാത്രം വെള്ളം വീഴുന്ന, അതായത് മുകളിൽ നിന്ന് ചോർന്നൊലിക്കുകയാണ്, ആ പാത്രം മാറ്റി വെക്കുന്ന അധ്വാനത്തിലാണ്. അല്ലെങ്കിൽ വീട് മുഴുവൻ വെള്ളം കൊണ്ട് നിറയും. അസംതൃപ്തി ഉണ്ടാകുന്നത് ബൈ മെഡിറ്റേഷൻ. ധ്യാനിക്ക്, ദൈവം ചെയ്യുന്ന നന്മകളെ ധ്യാനിക്ക്, ദൈവത്തിന് നന്ദി പറയാൻ. എത്രയോ ദൈവം തന്ന രക്ഷയാണ് അടിസ്ഥാനപരമായി. അത് നന്ദി പറഞ്ഞാലും തീരത്തില്ല. അതുകൂടെ എത്രയോ കാര്യങ്ങൾ ദൈവം നൽകി. യോസേഫിന്റെ ജീവിതത്തിൽ കണ്ട ഒരു സംഭവത്തോട് ബന്ധപ്പെട്ട് 2 റിയാക്ഷൻസ്. ഒന്ന് അസൂയ, മറ്റൊരാളത് മനസ്സിൽ ധ്യാനം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. 40-ാം അധ്യായം അതിന്റെ 14-15 വാക്യം. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ. എന്നെ എബ്രായരുടെ ദേശത്ത് നിന്ന് കൊണ്ടുപോകുന്നതാകുന്നു. ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യോസേഫിന്റെ ജീവിതം എന്ന് പറയുന്നത് ദൈവം എഴുതിയ തിരക്കഥ, സ്ക്രീൻ പ്ലേ. അതിൽ അഭിനയിക്കുക മാത്രമേ യോസേഫ് ചെയ്യുന്നുള്ളൂ. ദൈവം ഓൾറെഡി എഴുതി കഴിഞ്ഞു. അപ്പൊ യോസേഫിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ലക്ഷ്യം ആ നാട്ടിലെ ഒരു ഉന്നതാധികാരി ആകണം. അതായത് മറ്റുള്ളവർ ബഹുമാനിക്കുന്ന ഒരു സ്ഥാനത്തെ കൊണ്ടുവരും. അപ്പൊ അതിന്റെ ഭാഗമായി സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ആ കൂട്ടത്തിൽ യോസേഫ് ജയിലിലെത്തി, ജയിലിൽ കിടക്കുക. താൻ ചെയ്ത ഒരു തെറ്റുമല്ല. അപ്പൊ താൻ ജയിലിൽ കിടക്കുമ്പോൾ ഒരിക്കൽ താൻ ഒരു സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ആ സ്വപ്നം വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്: രാജാവിന്റെ പാനപാത്രവാഹകൻ ആ പാനപാത്രവാഹകനെ തൻ്റെ ജോലി സ്ഥലത്തേക്ക് തിരിച്ച് കൊണ്ടുവരും. അപ്പൊ യോസേഫ്
ഈ സ്വപ്നം വ്യാഖ്യാനിച്ചതിന് ശേഷം യോസേഫ് പറയുകയാണ്, ഞാനിപ്പോൾ ജയിലിൽ കിടക്കുക, ഞാൻ ചെയ്തൊരു തെറ്റ് നിമിത്തമല്ല, പക്ഷെ രാജാവ് നിന്റെ സ്ഥാനത്തെ കൊണ്ടുവരുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണമേ. ആരാ യോസേഫിന്റെ ജീവിതം കോർഡിനേറ്റ് ചെയ്യുന്നത്, ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത്? ദൈവം. പിന്നെ എന്തിനാ യോസേഫ് വേറൊരാളോട് സഹായം അഭ്യർത്ഥിക്കുന്നത്? പാനപാത്രമാകാനോട് ചോദിക്കാണ്, ക്യാൻ യു ഹെൽപ് മീ? എന്താ ബൈബിൾ പറയുന്നത് അറിയാമോ? അവൻ ഓർത്തില്ല. എത്രയോ മാനുഷിക വഴികൾ നമ്മൾ ആശ്രയിച്ചു. പലതും പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, പലതും നമുക്ക് തിന്മയ്ക്കായി ഇടവരുത്തി. ഇവരൊന്നും ദൈവത്തിന് വേണ്ട. യോസേഫിനെ മിസ്രൈമിലെ പ്രധാനമന്ത്രിയാക്കണമെങ്കിൽ, ഉന്നത ഒരു സ്ഥാനത്തെ കൊണ്ടുവരണമെങ്കിൽ ദൈവത്തിന് ആരുടെ സഹായം? ദൈവം സർവശക്തൻ. He can change everything. ഒരിക്കൽ ഇസ്രായേൽ മക്കൾക്ക് യുദ്ധം ജയിക്കാൻ ദൈവം സൂര്യനെ നിർത്തി. ഒറ്റ സംഭവമേ ഉള്ളൂ. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ജീവിതം ദൈവമാണ് കോർഡിനേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ സംഭവങ്ങളും ആ ലക്ഷ്യത്തിലേക്ക് ദൈവം ഉപയോഗിക്കും. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ. നമുക്കറിയാം യോസേഫിന്റെ ജീവിതം ഏറ്റവും മനോഹരമായി അവസാനിച്ചു. ഒരു ഭക്തനായ യോസേഫ്. നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്നു. നമ്മൾ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉടമസ്ഥാവകാശം കർത്താവിന് നമ്മൾ കൈമാറും. ദൈവം അതിനെ മനോഹരമായി കോർഡിനേറ്റ് ചെയ്യും. കാലതാമസങ്ങൾ, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, മറ്റുള്ളവരുടെ വെറുപ്പുകൾ, ആഗ്രഹിച്ച സഹായങ്ങൾ ലഭിക്കാത്തത്, ഞാൻ ചിന്തിച്ച സ്ഥലങ്ങളിൽ എത്താതിരുന്നത്, ഇതൊന്നും ദൈവത്തിൻ്റെ പരാജയങ്ങളോ ദൈവം നിങ്ങളെ വെറുക്കുന്നത് കൊണ്ടല്ല. ദൈവം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിനിടയിൽ ചിലപ്പോൾ ഏകദേശം 10 വർഷമാണ് യോസേഫ് ജയിലിൽ കിടന്നത്. അതായത് ജീവപര്യന്തം. നമ്മുടെ ജീവപര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം 10 മുതൽ 12-13 വർഷമാണ് ജയിലിൽ കിടക്കേണ്ടി വന്നു. കുറച്ച് നാൾ പൊട്ടക്കിണറ്റി കിടക്കേണ്ടി വന്നു. കുറച്ച് സമയം പലവിധമായ ജീവിതാനുഭവങ്ങളുടെ കടത്തി വിട്ടു. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു നല്ല ചിത്രകാരൻ വരച്ച ഒരു ഭംഗിയുള്ള ചിത്രം പോലെയായി നമ്മുടെ പൗലോസിന് തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി പറയാൻ കഴിയും, എൻ്റെ ജീവിതം ദൈവം അത് മനോഹരമാക്കി. ഓർക്കാത്ത പല സംഭവങ്ങളും ഉണ്ടായി, നഷ്ടങ്ങളുണ്ടായി, നിന്ദകളുണ്ടായി, കൂത്തുകാഴ്ചയായി. പക്ഷെ ജീവിതം ഏറ്റവും മനോഹരമായി. എന്താണ് ആത്യന്തികമായ ലക്ഷ്യം? ആ പ്രത്യാശ. അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. അവിടെയാണ് അൾട്ടിമേറ്റ് ഗോൾ. അതിലേക്ക് ദൈവം നമ്മളെ കോർഡിനേറ്റ് ചെയ്യുക. യോസേഫിന്റെ ജീവിതം, യോസേഫ് ഒരു പഴയ വിശ്വാസിയാണ്. യോസേഫിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹാരിത എന്ന് പറഞ്ഞാൽ അവസാനം പ്രധാനമന്ത്രിയായത്. പക്ഷെ പുതിയ നിയമ വിശ്വാസികളായ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ഇതല്ല, ആ പ്രത്യാശ. സുവിശേഷം കേട്ടപ്പോൾ അവരതാണ് പറഞ്ഞത്, ദൈവം എന്തിന് ഈ ഭൂമിയിൽ നിന്ന് ജീവിതം സൃഷ്ടിച്ചോ ആ ഉദ്ദേശം പൂർണ്ണമായി നിവർത്തിക്കുവാൻ ദൈവം കഴിവുള്ളവനാണ്. നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.